മാറും. ഈ നാക്ക് മുറിഞ്ഞാൽ, നമ്മുടെ അകത്ത് നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് കരിയും. 1-2 days എടുക്കത്തുള്ളൂ. നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് കരിയും. പക്ഷെ നാക്കുകൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് കരിയത്തില്ല. മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയണം. എന്റെ നാവ് വേറൊരു വ്യക്തിയുടെ ഹൃദയത്തെ മുറിക്കാനല്ല, മുറിഞ്ഞവന്റെ മുറിവ് ഉണക്കാനാ. 2009 എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനമാ, ഒരു വ്യക്തികളെയും എന്റെ നാവ് കൊണ്ട് ഞാൻ കുറ്റം പറയത്തില്ല. ഏതെങ്കിലും ഒരു പാസ്റ്ററോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ കുറ്റം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകും. കാരണം കുറ്റം പറയുന്ന നാവ് ദൈവത്തിന്റെ നാവല്ല, അത് പിശാചിന്റെ നാവാ, അത് പരിശുദ്ധാത്മാവിന്റെ നാവല്ല. കാരണം തന്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറയുന്നത് അപവാദിയായ സാത്താന, അവന്റെ മക്കളല്ല. കാര്യങ്ങൾ ഉയർത്തി ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. നമ്മളൊരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ പരിചയിക്കുന്ന കാര്യം പഠിപ്പിക്കുക, ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ പറയില്ല. എന്റെ ദൈവദാസന്മാരോട് ഇരിപ്പുണ്ട്, എന്നെ വർഷങ്ങൾ അറിയാവുന്നവരോട് ഇരിപ്പുണ്ട്. ഒരു വ്യക്തി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പരസ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു വ്യക്തിയെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ രഹസ്യമായി കറക്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നേ. നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യുന്നത് പരസ്യമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് രഹസ്യമായിട്ടുമാണ്. ഭാര്യ നല്ലൊരു മീൻകറി വെച്ചാൽ, അല്ലെങ്കിൽ പോട്ടെ, അന്ന് വെച്ച മീൻകറിക്ക് ഉപ്പില്ലായിരുന്നു, വിരുന്നുകാരൻ മുഴുവൻ ഇരിക്കും പറയും, എന്തോ മീൻകറി ഇതിനകത്ത് ഉപ്പിടാനേ എന്താ. എല്ലാവരും പരസ്യമായിട്ട് കറക്റ്റ് ചെയ്യും. മീൻകറി സൂപ്പർ ആയിരുന്നെങ്കിൽ, നല്ലതായിരുന്നെങ്കിൽ, എല്ലാരും പോയി കഴിഞ്ഞ് തളർന്ന് ബെഡ്റൂമിൽ വരുമ്പോൾ പറയും, ഇന്നത്തെ മീൻകറി വളരെ നല്ലതായിരുന്നു. നേരെ തിരിച്ച മലയാളികളുടെ തലയ്ക്കകത്ത് ഇത് കേറണം. നേരെ തിരിച്ചാ ചെയ്യണ്ടേ. ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ രഹസ്യമായിട്ട് കറക്റ്റ് ചെയ്യണം. രഹസ്യത്തിൽ വിളിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ മക്കൾ ഒരു കുരുത്തക്കേട് കാണിച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരെ അടിക്കരുത്. അവനെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയി കാര്യം പറഞ്ഞു കൊടുക്കണം. മോനെ, നീ എന്തിനാ അത് പൊട്ടിച്ചേ, അതിനി മേളൽ എടുക്കരുത്, ഒരു കൊച്ചടി കൊടുക്കണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിക്കരുത്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കറക്റ്റ് ചെയ്യരുത്, മുറിവേൽക്കും. എന്നാൽ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, പുകഴ്ത്തുമ്പോൾ രഹസ്യമായി ചെയ്യരുത്, എല്ലാവരും കേൾക്കെ അത് പറയണം. കരങ്ങളൊന്ന് ഉയർത്തി ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വാസ്തവമായി നമ്മുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റാ. ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ഒന്ന്, സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. രണ്ടാമത്തെ കാര്യം എന്നെ നിങ്ങൾ പഠിപ്പിച്ചേ, സ്പർശനത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. ഞാൻ ഈ സ്പർശനത്തിലൂടെയും സമ്മാനത്തിലൂടെയും ഇത് രണ്ടുകൂടെ ഒന്നിച്ചങ്ങ് പഠിപ്പിക്കാം. സ്പർശനത്തിലൂടെയും സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. നമ്മൾ ഈ രാജ്യത്തിലൊക്കെ ആൾക്കാർ ഗിഫ്റ്റുകൾ കൊടുക്കും. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിലൻഡിൽ ഓക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവജന ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ICUവിൽ കിടന്ന ഒരു പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അപ്പം അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലിലും ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ടോ? നേഴ്സസ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് അല്ലെ? യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുള്ള ഹോസ്പിറ്റലിനകത്ത് എല്ലാം ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പേഷ്യന്റിനെ ഒരു ഇംഗ്ലീഷുകാരനെ അദ്ദേഹത്തെ കാണാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞാനൊരു ബഞ്ച് ഫ്ലവർ വാങ്ങിച്ചോണ്ടാ പുള്ളിയൊക്കെ പോകുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്, ഗിഫ്റ്റുകൾ കൊടുക്കുക. സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം, സ്പർശനത്തിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. ലിസൺ ടു മീ. ഞാനൊരു ബഞ്ച് ഫ്ലവർ വാങ്ങിച്ചോണ്ടാ പോയി. ഈ ഫ്ലവർ ഈ കിടക്കുന്ന ഈ ബ്രദറിന്റെ കൊടുത്തിട്ട് ഹവ് യു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ മുഖത്തൊരു ചിരി വരും. ഈ പൂവൊക്കെ കാണുമ്പോൾ തന്നെ അവരങ്ങനെ ചെയ്യുന്നത്, ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ അങ്ങനെ ചെയ്യുന്നത്. ഈ സമ്മാനം കൊടുത്ത്, ഈ പൂ കൊടുത്ത് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് വേഗത്തിൽ സൗഖ്യമാവും എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു വലിയ സന്തോഷം വരും. മലയാളികൾ എപ്പോഴാ പൂവായിട്ട് പോകുന്നതെന്നറിയാവോ? എല്ലാം കഴിഞ്ഞ് ഈ പൂ മണപ്പിക്കാൻ പറ്റാതെ മൂക്കി പഞ്ഞിയും വെച്ച് ആള് മലന്ന് കിടക്കുമ്പം ശവപ്പെട്ടിയുടെ അടുക്കൽ പോയി നിന്ന് ഈ പൂ വയ്ക്കുക. എന്നിട്ട് എന്നാ പറയുന്നേ, ഓഹ് ഈ അച്ചായൻ എന്ത് നല്ല മനുഷ്യനായിരുന്നു, ഇദ്ദേഹം ഉള്ളത് കൊണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്, ഈ മനുഷ്യൻ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വർത്താനം പറയുന്നേ. വാസ്തവം പറഞ്ഞാൽ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം ഈ പൂവും കൊണ്ട് കയ്യെ കൊടുത്ത് ഇത്രയും കാര്യം കൂടെ പുള്ളിയോട് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ചാത്തില്ലായിരുന്നു. അവസാനം നമ്മളെല്ലാം അവസാനേ ചെയ്യൂ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ അറിയത്തില്ല.
അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ മലയാള മനോരമയെ 2 ലക്ഷം രൂപ കൊടുത്ത് പടവിടാതെ ഇന്ന് ജീവിച്ചിരിക്കുമ്പോ 2 ലക്ഷം രൂപ കൊണ്ട് കയ്യെ കൊടുക്ക്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എല്ലാ അവസ്ഥ നമ്മുടെ പ്രശ്നമായത് ഒരു ഫ്ലൈറ്റിനകത്ത് കയറിയാൽ ഫ്ലൈറ്റിനകത്ത് അനൗൺസ്മെന്റ് ആണ്, വെദർ ഈസ് ടു ബാഡ്, പ്ലീസ് വെയർ യുവർ സീറ്റ് ബെൽറ്റ്, ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുന്ന ഉടനെ നമ്മൾ ആൾക്കാർ, എസ്പെഷ്യലി ഞാൻ പല രാജ്യങ്ങളിൽ, ലോകത്തിന്റെ 26 രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകാൻ പലതവണ ദൈവം സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലോട്ട് ട്രിവാൻഡ്രത്തിലോട്ട് വരുന്ന ഫ്ലൈറ്റ്, എന്റെ ദൈവമേ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർ എഴുന്നേക്കും പെട്ടിയെടുക്കാൻ. ഹല്ലേലൂയ. എന്നിട്ട് അതിൽ കിട്ടുന്ന കള്ളും ചാരായം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓസിന് കിട്ടിയ ഒരു ഓയിന്റ്മെന്റും തിന്നും. ഹല്ലേലൂയ. കൈകൊടുത്ത് പറ, ഇതൊക്കെ പൊട്ടിക്കണം, ഇതൊക്കെ ഈ കൾച്ചറൊക്കെ കൈകൊടുത്ത് പറ, ഈ കൾച്ചറൊക്കെ പൊട്ടിക്കണം, ഡീസന്റ് ആകാൻ പറ, ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ പറ. ഹല്ലേലൂയ. ആദ്യം അനൗൺസ്മെന്റ് നടക്കുക. ലിസൺ മീ, വടി വെട്ടാൻ പോയുള്ളൂ, തുടങ്ങിയുള്ളൂ. അനൗൺസ്മെന്റ് നടക്കുക. അനൗൺസ്മെന്റ് നടക്കുമ്പോൾ വെദർ ഇസ് ടു ബാഡ് എന്ന് പറയുമ്പോൾ ആരും അടുത്ത ഒരു മാഗസിനോട് എടുത്ത് വായിക്കും. പിന്നെയും പറയാ ക്യാബിൻ ക്രൂ എന്ന് വിളിച്ചുകൊണ്ട് അവർ പറയുകയാണ്, പ്ലീസ് വെയർ യുവർ സീറ്റ് ബെൽറ്റ്, ദി വെദർ കണ്ടീഷൻ ഇസ് ടു ബാഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലായ്മ. ഫ്ലൈറ്റ് ജെർക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ച് വലിച്ചിടും. ഒടുവിൽ പൈലറ്റ് പറയും, അവർക്ക് റിപ്പോർട്ട് കൊടുക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഏത് സമയവും സംഭവിക്കാം എന്ന് പറഞ്ഞത് വലയാൻ തുടങ്ങുമ്പോ എല്ലാം കൂടെ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, യേശുവേ രക്ഷിക്കാൻ വിടുവിച്ച് കർത്താവ് കാത്തു. എന്റെ പൊന്നെ, ആദ്യമേ ഇതങ്ങ് ചെയ്തായിരുന്നെങ്കിൽ ഇത് ഇത്രയും ബേഡാകത്തില്ലായിരുന്നു. എല്ലാ അവസാനത്തേക്ക് വെച്ചിരിക്കുക. സ്തോത്രം. രാവിലെ എഴുന്നേറ്റിച്ചിട്ട് നടക്കാനും കളിക്കാനും ഒക്കെ പോണം. മലയാളികളുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓടത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല, ഡോക്ടറുടെ അടുക്കെ ചെന്ന് ഇവിടെ ഭയങ്കര വേദന. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഭയങ്കര ഒരു വെല്ലായ്മ. ഈ ഫ്രീ കാർഡിയോ എന്ന് പറഞ്ഞ ചെക്കപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഹൃദയത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്യണം ഫ്രീ ആയിട്ട്? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്തോത്ര കാഴ്ച പാത്രം വരുമ്പം ഏറ്റവും വലിയൊരു എമൗണ്ട് അതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇവിടെ ഒരു വേദന തോന്നുന്നെങ്കിൽ എന്തോ കാർഡിയോ പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഓക്കെ, ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ ബ്ലോക്ക് ഉള്ളതുപോലൊരു തോന്നലുണ്ട്, ആൻജിയോഗ്രാം ചെയ്യണം, എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോണം. അന്നേരം കാണാം മലയാളികളെ രാവിലെ പോന്നേ. അതുവരെ പോകത്തില്ല, അടിച്ചു പോകും, ഐസിയുവിനകത്ത് കയറുമെന്നാവുമ്പോ നടക്കാൻ പോകും. ഇത് ആദ്യമേ നടന്നായിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. എല്ലാം അവസാനത്തേക്ക് വെച്ചേക്കുക. ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്നും അധിക സമയം കിട്ടുന്നില്ല. നമ്മുടെ നാട്ടില് അങ്ങനെ ഓടാനൊന്നും പാടുള്ളത്. ഈ യൂറോപ്പിലൊക്കെ ഞാൻ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ഓടാനുള്ള, സൈക്കിൾ ഓടിക്കാനും ഓടാനും ഒക്കെയുള്ള ട്രാക്ക് ഉണ്ട്. അതിനകത്തൂടെ നമുക്ക് ഓടാം, വളരെ സെക്യൂരിറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ ഓടാൻ പറ്റത്തില്ല. രാവിലെ ഓടാൻ ഒന്നുകിൽ വണ്ടി ഇടിക്കും, അല്ലെ പട്ടി കടിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്യും, അല്ലെങ്കിൽ ഓടെ വീഴും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവിടെ ഓടാനുള്ള ക്രമീകരണങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളത് ഉപയോഗിക്കണം. അവസാനത്തേക്കെല്ലാം വെച്ചോണ്ടിരിക്കല്ല. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? സ്പർശനത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. ഒരു സഹോദരൻ മുമ്പിൽ വാ, എബി ബ്രദർ ഇഞ്ഞു വാ. ഇംഗ്ലീഷുകാരുടെ ഇടയില് നല്ല കൾച്ചർ പഠിക്കണം. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഷെയ്ക്ക്. എന്താ പറയുന്നേ? ഇതിനെന്തോ പറയുന്നേ? ഷെയ്ക്ക് ഹാൻഡ്. ഷെയ്ക്ക് ഹാൻഡ്. നമ്മൾ കൈ കൊടുക്കുന്നുണ്ടോ? ബ്രദറെ, എന്നാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? കഴിഞ്ഞു. ഹല്ലേലൂയ. ഹഗ് ചെയ്യുന്നത്, ഹലോ സർ, ഹൗ ആർ യു? ആർ യു ഫൈൻ? ആർ യു ഫൈൻ സർ? ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പരിപാടി. ആ ബ്രദറെ, സഹോദര, ഇന്നലെ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? രാവിലെ ആണോ? മതി, ഇനി തുടങ്ങിയുള്ളൂ, പോയിട്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്ക്. പിന്നെ സ്വോത്രം പറയാം. എങ്ങനെ സ്നേഹിക്കേണ്ടിയെന്ന് പഠിക്ക്, എങ്ങനെ പെരുമാറേണ്ടിയെന്ന് പഠിക്ക്. വലിയ അന്യഭാഷയും ബഹളമൊക്കെ കാണിച്ചിട്ട് വലിയ പണി ഒപ്പിച്ചവരെ എനിക്കറിയാം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്?
ജീവിക്കാൻ പഠിക്കുക. കൈ കൊടുത്ത് പറയാം, ജീവിക്കാൻ പഠിക്കാതെ സ്നേഹിക്കാൻ പഠിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, സംസാരത്തിലൂടെ, സ്പർശനത്തിലൂടെ, സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. ഹല്ലേലൂയ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി, കുടുംബം. ഞാൻ ആ വിഷയത്തിലോട്ട് വരിക. ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദൈവം നിങ്ങൾക്ക് തന്ന കുടുംബം. ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട് ഞാൻ സ്നേഹത്തോടെ പറയുക, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയണം. ഇന്ന് ഈ ബൈബിളും എടുത്ത് വളരെ സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്റെ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ ജീവിത പങ്കാളി. ഇപ്പം ഈ മീറ്റിങ്ങിന് വരുമ്പോഴും ഞങ്ങൾ വിളിച്ച് വർത്താനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ വന്നേ. ഹല്ലേലൂയ. അതിന്റെ സന്തോഷം ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും, വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐക്യതയും സന്തോഷമില്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ട് ഒരു ഗുണവുമില്ല. ഹല്ലേലൂയ. ഇനി വെളിയിൽ എത്ര ഭൂകമ്പം നടന്നാലും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾക്ക് ഐക്യതയും സന്തോഷം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ അഫക്ട് ചെയ്യത്തുമില്ല. എത്ര പേർക്ക് ഞാനത് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരു പക്ഷിയാണെങ്കിലും ഒരു പറവയാണെങ്കിലും പകല് മുഴുവൻ പറന്ന് നടന്നിട്ട് ഏറ്റവും ഒടുവിൽ വന്ന് കയറുന്ന ഒരു കൂടുണ്ട്. ആ കൂട്ടിനകത്ത് ഈ പക്ഷിക്ക് സ്വസ്ഥതയില്ലെങ്കിൽ ഈ പകൽ മുഴുവൻ പറന്ന് നടന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സമയം ചെലവഴിക്കണം. നിങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട് സമയം ചെലവഴിക്കണം. കുടുംബജീവിതം എന്ന് പറയുന്നത് കുറെ ദിനാറും ഉണ്ടാക്കി കുറെ സെക്ഷൽ ലൈഫും അല്ല കുടുംബജീവിതം. അതിനപ്പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലാകുന്നവർ കാര്യങ്ങൾ ഉയർത്തി ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സമയം ചെലവഴിക്കാൻ, നിങ്ങൾ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. നിങ്ങൾ എത്ര പേര് പറയും, ദൈവദാസ എനിക്ക് എന്റെ ടൈം ഇനഫ് ആകുന്നില്ല? എല്ലാവരുടെയും പ്രോബ്ലം ആയത്. പക്ഷെ ടൈം ഇനഫ് ആക്കാം. ഒരു വിവേകമുള്ള ഒരു അമ്മയുടെ കയ്യിൽ ഒരു കേക്ക് കിട്ടുന്ന പോലെ ആയിരിക്കണം നിങ്ങളുടെ സമയം. 5 പേരുള്ള ഒരു വീട്ടിൽ ബുദ്ധിയുള്ള അമ്മയുടെ കയ്യിൽ ഒരു കേക്ക് കിട്ടിയാൽ ഇതിനെ 5ആയിട്ട് അവർ സ്ലൈസ് ചെയ്യും. എന്നിട്ട് 3 പീസ് എടുത്ത് 3 മക്കൾക്കും കൊടുക്കും. എന്നിട്ട് ഒരെണ്ണം താൻ എടുക്കും, ഒരെണ്ണം ഹസ്ബൻഡിന് കൊടുക്കും. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ സമയം നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിനുള്ള സമയം ദൈവത്തിന് കൊടുക്കണം. കുടുംബത്തോട് കൊടുക്കേണ്ട സമയം കുടുംബത്തിന് കൊടുക്കണം. മക്കൾക്ക് കൊടുക്കേണ്ട സമയം മക്കൾക്ക് കൊടുക്കണം. ജോലിക്ക് കൊടുക്കേണ്ട സമയം ജോലിക്ക് കൊടുക്കണം. ചർച്ചിന് കൊടുക്കേണ്ട സമയം ചർച്ചിന് കൊടുക്കണം. സമൂഹത്തിന് കൊടുക്കേണ്ട സമയം സമൂഹത്തിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. കരങ്ങൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഭർത്താക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തി. വിവാഹിതരായവർ, നിങ്ങളുടെ ജീവിത കൈതാഴ്ത്തിയിടാം. ഭാര്യമാർക്കും വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയോടുകൂടെ നിങ്ങൾക്ക് വർത്താനം പറയാൻ പറ്റണം. ഹലോ. ഒരു പുരുഷന് ഒരു ദിവസം 7000 വാക്കുകളുണ്ട്. കൃത്യമാണ്, ശാസ്ത്രം കണ്ടെത്തിയത്. ഒരു പുരുഷന് ഒരു ദിവസം 7000 വാക്കുണ്ട്. ഒരു സ്ത്രീക്ക് ഒരു ദിവസം 14,000 വാക്ക്. നമ്മൾ ഈ 7000 വാക്ക് ഓഫീസിലും ജോലി സ്ഥലത്തും കമ്പനിയിലും ചർച്ചിലും എല്ലാം അടിച്ചു തീർത്ത്, മൊബൈലെല്ലാം അടിച്ചു തീർത്തിട്ടാ വീട്ടിൽ ചെല്ലുന്നത്. ഈ 7000 വാക്കും മൊബൈലിലും ഓഫീസിലും കൂട്ടുകാർക്കും കമ്പനിയിലും എല്ലാം തീർത്തേച്ചാ വീട്ടിലോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുന്നതേ ഒരാൾ 14,000 ഇരിക്കുക. നമുക്ക് പറയാൻ ഒന്നുമില്ല. സെലോ ടേപ്പ് പോലെ ആകരുത് നിങ്ങളുടെ ലൈഫ്. സെലോ ടേപ്പിന് പ്രത്യേകത അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ഒട്ടിച്ച് അവസാനം വീട്ടിൽ വരുമ്പോൾ പശയില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ആൾക്കാർ ഷോപ്പിങ്ങിന് പോകുന്നതും അങ്ങനെ. മലയാളികൾ ഷോപ്പിങ്ങിന് പോകുന്ന ഒത്തിരി വലിയ ചരിത്രങ്ങളാ. മങ്കഫിൽ പഞ്ചസാരയ്ക്ക് 700 ഫിൽസ് കുറവുണ്ടെങ്കിൽ നമ്മൾ അബ്ബാസി എന്ന പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ച് മങ്കഫി പോയത് വാങ്ങിക്കും. ഒരു ആശ്വാസം, എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം, എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ ഒരു ട്രോളി എടുത്ത് ഇതും തെല്ലിക്കൊണ്ട് പോകുമ്പോ പുറകെ ഭാര്യ വരുന്നുണ്ട്. ഭർത്താവ് പോകുന്നെങ്കിൽ ട്രോളിയും കൊണ്ട് തെല്ലിക്കൊണ്ട് പോവാ. പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പെട്ടെന്ന് ആക്റ്റീവ് എല്ലാം പറക്കിയിടും. എല്ലാം പറക്കിയിടും. വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ അവരെ ട്രോളി നിറയ്ക്കും. അപ്പൊ പുറകെ ഒരാൾ വരുന്നുണ്ട്. ഉടനെ സമയം പോയി, പോണ്ടേ വീട്ടിൽ. പുറകെ ഒരാൾ ബിസ്ക്കറ്റ് കണ്ടുവരുന്നതേ ഉള്ളൂ. പുറകെ എടുക്ക
എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഇത് നിറച്ചു കഴിയും. സമയമില്ല പോണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തിനാ ദൈവ സമയം തന്നേക്കുന്നേ? പറ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കണം. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മകൻ വന്ന് ബില്ലി ഗ്രഹാമിന്റെ സ്യൂട്ടിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഡാഡി, എന്റെ ഈ ഹോഴ്സിന്റെ കുതിരയുടെ കാലിളകിപ്പോയി, ഫിക്സ് ചെയ്ത് താ. അവൻ കളിച്ചുകൊണ്ടിരുന്ന ടോയ് കുതിരയുടെ കാലിളകി, ഫിക്സ് ചെയ്ത് താ. ബില്ലി ഗ്രഹാം പ്രസിഡന്റിനോട് പറഞ്ഞു, സാർ പ്ലീസ് ഹോൾഡ് ഡൗൺ. ഫോൺ കാത്തു വെച്ചിട്ട് മോന്റെ കയ്യിൽ നിന്ന് കുതിരയെ മേടിച്ച് അതിന്റെ കാല് ഫിക്സ് ചെയ്ത് മോൻ പോയി കളിച്ചോ എന്ന് പറഞ്ഞു. ബില്ലി ഗ്രഹാം അത് എഴുതിയിരിക്കുക, പ്രസിഡന്റ് 5 കൊല്ലത്തേക്കേ കാണും, ഇവനെ എനിക്ക് ലൈഫ് എൻഡ് കാണും. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റണം. നിങ്ങളുടെ മക്കളെ എത്ര പേരെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, കോളേജിൽ പോകുന്നതിന് മുമ്പ്, എവരിഡേ, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നേ ഉള്ളൂ, ഞാൻ ഇപ്പോഴേ ചെയ്യാറുണ്ട്. മോനെ പിടിച്ചടുത്ത്, മോളെ പിടിച്ചടുത്ത്, മോളെ ഐ ലവ് യു, മോനെ ഐ ലവ് യു, ഒപ്പടെ ചക്കരയിലെ ഐ ലവ് യു എന്ന് വീട്ടിലെ മോനെ മോളെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് ഐ ലവ് യു മോളെ, ഐ ലവ് യു മോനെ എന്ന് അപ്പനും അമ്മയും കൊച്ചുങ്ങളോട് പറയണം. വീട്ടിൽ ഐ ലവ് യു കേട്ട് വളരുന്ന പിള്ളേര് കോളേജിൽ പോയി ഒന്ന് കേട്ടാ ഞെട്ടുകയില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നു? വീട്ടിൽ കേൾക്കാത്ത സാധനം വേറൊരുത്തം കൊടുത്തപ്പോഴേ അതിന്റെ പുറകെ പോയേ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? പറഞ്ഞാട്ടെ, സ്നേഹം പ്രദർശിപ്പിക്കുക, സ്നേഹം പ്രദർശിപ്പിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായം എന്ന് പറയുന്നത്, എടുക്കണ്ട, പെട്ടെന്ന് നിർത്തുക. 1 കൊരിന്ത്യർ 12-ാം അധ്യായം എന്ന് പറയുന്നത് കൃപാദാനങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടാണ് പറയുന്നത്, കൃപാദാനങ്ങളെ കുറിച്ച്. 1 കൊരിന്ത്യർ 13-ാം അധ്യായമോ ഫുള്ള് സ്നേഹം. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ആമേൻ, സ്നേഹം ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം, 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 സ്നേഹം. ഇതാണ് 13-ാം അധ്യായം. 12-ാം അധ്യായമോ കൃപാവരങ്ങൾ. 13-ാം അധ്യായമോ മുഴുവൻ സ്നേഹം. 14-ാം അധ്യായമോ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഒരു ബർഗർ പോലെ അത്. എത്ര പേര് ബർഗർ കഴിച്ചിട്ടുണ്ട്? ഗൾഫിൽ ബർഗർ കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ കുറച്ചില്ല. ബർഗർ എത്ര പേര് കഴിച്ചിട്ടുണ്ട്? കഴിക്കാത്തവർക്ക് ദൈവം വഴി തുറക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ചിലർക്ക് ഒരു വികാരവുമില്ല, ഒന്നിലും ചിരിക്കത്തുമില്ല, കരയത്തുമില്ല, കൈപൊക്കത്തുമില്ല. മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് വരെ ഒരു തമാശ കേട്ട് എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ ഒരു നായ മേടിച്ചു. 8 ലക്ഷം രൂപ കൊടുത്ത് സൈബീരിയയിൽ ഇമ്പോർട്ട് ചെയ്തു. തൊടുപുഴയുള്ള ഒരു പയ്യൻ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടോ നിന്റെ ഡോഗ്? ഉഗ്രനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? നല്ല കുരയ്ക്ക്. ഞാൻ പറഞ്ഞു, ചിരിക്കുവോ? ഇല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 8 ലക്ഷം രൂപയുടെ നായാണെങ്കിലും ചിരിക്കത്തില്ല. മൃഗങ്ങൾക്ക് ചിരിക്കാനുള്ള വികാരമില്ല. ചിരിക്കുന്നെങ്കിൽ മനുഷ്യനാ, ചിരിച്ചില്ലെങ്കിൽ ഓർത്തോണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 12-ാം അധ്യായം കൃപാദാനങ്ങൾ, ഒരു റൊട്ടിയാ. 12-ാം അധ്യായം കൃപാദാനങ്ങളാ, ഒരു റൊട്ടി. 14-ാം അധ്യായം ദൈവപ്രവർത്തികളാ, മേളിലൊരു റൊട്ടി. ഇതിന്റെ ഇടയിൽ ഒരു ഫില്ലിംഗ് ഉണ്ട്. 13-ാം അധ്യായം അത് മുഴുവനല്ല, സ്നേഹം, സ്നേഹം, സ്നേഹം. ഞാൻ പറയട്ടെ, ഇതിന്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ആണ് ഇതിന്റെ വില കൂട്ടുന്നത്. ഈ ഫില്ലിംഗ് ഇതിന്റെ ഇടയ്ക്ക് ഇല്ലെങ്കിൽ കൃപാദാനം കൊണ്ട് ഇയാൾ വലിയ ആളായിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ സ്നേഹം എന്ന ഫില്ലിംഗ് ഇല്ലെങ്കിൽ ഈ വെറും ഉണക്ക റൊട്ടിയാണ്. ഇതിന്റെ ഇടയിൽ സ്നേഹം എന്ന ഫില്ലിംഗ് വരുമ്പോഴാണ് ഈ ബൈത്തറാകുന്നത്. മനസ്സിലാകുന്നുണ്ട്? ശുശ്രൂഷക്കായാലും ഒക്കെ വലുത് ദൈവ സ്നേഹമാ. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പറഞ്ഞാട്ടെ, സ്നേഹം പ്രദർശിപ്പിക്കുക. മക്കളോട് സ്നേഹം പ്രദർശിപ്പിക്കുക, ജീവിത പങ്കാളിയോട് സ്നേഹം പ്രദർശിപ്പിക്കുക, കുടുംബത്തോട് സ്നേഹം പ്രദർശിപ്പിക്കുക. മാനം കൊടുക്കുക. പറഞ്ഞ മാനം കൊടുക്കുക. മാനം കൊടുത്താലേ മാനം കിട്ടും. സ്നേഹം എന്ന താലത്തിൽ വേണം മാനം വിളമ്പാൻ. ഒരാളെ ബഹുമാനിച്ചാലേ ബഹുമാനം തിരിച്ചു കിട്ടും. നമ്മൾ വലിയ മസിലൊക്കെ പിടിച്ച് കുവൈറ്റുകാരാണെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കഥയില്ല. മറ്റുള്ളവരെ ഓണർ ചെയ്യണം, ബഹുമാനിക്കണം. ദൈവദാസന്മാരെ ബഹുമാനിക്കണം. ഹല്ലേലൂയ. മാനം പറഞ്ഞ് പഠിക്കണം. ഇതൊക്കെ മാനം കൊടുത്താലേ മാനം കിട്ടും.
സ്നേഹം എന്ന താലത്തിൽ വേണം മാനം വിളമ്പാൻ. ഹല്ലേലൂയ. ഞാൻ ഈ US-ലൊക്കെ പ്രസംഗം മുമ്പ് ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ കർത്താവിനെ മാത്രമേ നോക്കാറുള്ളൂ. വലിയ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ആരെയും മാനിക്കത്തുമില്ല, ബഹുമാനിക്കത്തുമില്ല, സ്നേഹിക്കത്തുമില്ല. എന്ത് ഗുണം? നമ്മൾ നേടിയെടുക്കുന്ന ബന്ധങ്ങളാണ് നമ്മുടെ ഡിപ്പോസിറ്റ്. വലിയ മസിൽ പിടിച്ച് സ്യൂട്ടും ഒക്കെ ഇട്ട് വലിയ കാറിനകത്ത് വലിയ പറത്തി നടന്നു പോയ എന്ത് ഗുണം? ഏറ്റവും ഒടുവില് ഒരു ആഞ്ഞിലിത്തടി കൊണ്ട് ഉണ്ടാക്കിയ ശവപ്പെട്ടിയും കിട്ടും, ഒരു യാഗ്നിയുടെ കുറച്ച് പൗഡറും കിട്ടും. എന്ന് വെച്ചാൽ പെട്ടിക്കകത്ത് കിടക്കുമ്പോ ഒരു ടിന്ന് പൗഡർ കുറഞ്ഞിട്ട് തരും ദേഹത്ത് മൊത്തവും. അവസാനം കിട്ടുന്ന കുറച്ച് പൗഡറും ഒരു പെട്ടിയുമാ. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് നേടിയെടുക്കുന്ന ബന്ധങ്ങളാ പവർഫുൾ. ഏതൊക്കെ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് ചിരിക്കാൻ പഠിക്കുക, ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക, കൈ കൊടുക്കുക, ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് സ്നേഹിക്കുക, വാ തുറന്നൊന്ന് പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവദാസൻ നല്ലൊരു മെസ്സേജ് പറഞ്ഞ പറ, ഈ പാസ്റ്റർ ടുഡേ മെസ്സേജ് ഈസ് വെരി പവർഫുൾ. പറവാറോന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ പറയും ചിനു പാസ്റ്റർ വന്നായിരുന്നു, മറ്റേ പാസ്റ്റർ വന്നായിരുന്നു, എന്തോ ആയിരുന്നു. നിങ്ങളുടെ ദൈവദാസനാണ് നിങ്ങൾക്കൊരു അനുഗ്രഹം. ഞാൻ മറ്റേ ഇവിടെ ഇരിക്കുന്ന സഭയെ കുറിച്ചല്ല, മറ്റു ചർച്ചയിൽ നിന്ന് വന്നവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ റെയ്നാർഡ് പവർഫുൾ ആയിരുന്നു, അവര് പവർഫുൾ ആയിരുന്നു. നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ പാസ്റ്ററോട് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ യു ആർ ദ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ഫോർ മൈ ചർച്ച് ആൻഡ് മൈ ഫാമിലി? നമ്മൾ പറയത്തില്ല, എസ്പെഷ്യലി മലയാളികൾ പറയത്തില്ല. നെഗളിച്ചു പോവും. എന്തുവാ? നെഗളിച്ചു പോവും. അതുകൊണ്ടാ നോ. ഹല്ലേലൂയ. ഒരാൾ ഒരു ചെറിയ പാട്ട് പാടിയാൽ പറയണം നല്ലതായിരുന്നു. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ പറയണം നല്ലതായിരുന്നു. കൊള്ളത്തില്ലെങ്കിൽ മാറ്റി നിർത്തി പറയണം വേറെ നല്ലതായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ അതിനകത്ത് കറക്റ്റ് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. പറയണം, സ്നേഹം പ്രദർശിപ്പിക്കണം. സ്പർശനത്തിലൂടെ, സമ്മാനം കൊടുക്കുന്നതിലൂടെ, വാക്കിലൂടെ, സേവനം ചെയ്യുന്നതിലൂടെ. ഇനി ഞാൻ പറയട്ടെ, സേവനം ചെയ്യുന്ന സ്നേഹം അതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളൊരിക്കൽ ഞാനും വൈഫ് ജീനയും കൂടെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മാമ്മയുണ്ട്. വർഷങ്ങളായിട്ട് വരുന്നൊരു സഹോദരിയാ, കുണ്ട്രയിലുള്ള. ആ സഹോദരി കൊല്ലം ഉപാസന ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടക്കുമ്പം മക്കള് ആരും അരികിലില്ല, ഹസ്ബൻഡ് മരിച്ചു പോയതാ, മക്കളെല്ലാം വിദേശത്ത്. ഞാനും ജീനായും കൂടെ പോയി അവരുടെ കൂടെ കുറെ നേരം പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് സമയം കണ്ടെത്തി ക്യാൻറ്റീനിൽ നിന്ന് ഓട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ഇതെല്ലാം ചെയ്തു. വർഷങ്ങളായിട്ട് കൂടെ ഉള്ളതാ. ഇവര് ഹീലായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടാലും പറയും, എന്റെ കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ആ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചത് ഞങ്ങൾ മറക്കത്തേയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, രോഗശാന്തിയും മറന്നു, ഭൂതം പോയത് മറന്നു, സഭയിൽ ക്യാൻസർ സൗഖ്യമാകുന്നത് കണ്ടതും മറന്നു, വീൽ ചെയറിൽ വന്നവർ എഴുന്നേക്കുന്നത് കണ്ടതും പറഞ്ഞു. ഇവരിപ്പോ ഓർത്തിരിക്കുന്നത് അവരുടെ ആവശ്യ സമയത്ത് അവരുടെ അരികിൽ പോയിരുന്ന് സമയം ചെലവഴിച്ചതാണ്. സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം, സേവനം ചെയ്യുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം, സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാം. കൈ കൊടുത്ത് പറ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്ക ആർക്കെങ്കിലും. പറ, കൈ കൊടുത്ത് പറ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാനില്ല. നിങ്ങൾക്ക് തമ്മിൽ ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ അറിഞ്ഞ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങളുടെ ഒരു സഹോദരനായി, ഒരു ദൈവദാസനായി, ഒരു ആത്മീയ പിതാവായി ഞാൻ ഇവിടെ നിൽക്കുക. നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ഈ കർത്താവിനെ അറിഞ്ഞെന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകം എന്നേ യേശുവിനെ കണ്ടേനെ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരെന്ന് എല്ലാവരും അറിയും. ഒന്ന്, വചനത്തിൽ നിലനിൽക്കുക. രണ്ട്, തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുക. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞാൻ പറയാം, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അത് വിഭജിക്കപ്പെടരുത്. ആ സ്നേഹം കവിഞ്ഞൊഴുകണം. അത് കവിഞ്ഞൊഴുകണം. ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടായിരിക്കണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. മൂന്നാമതായി കർത്താവ് പറയുന്നു, ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും.
1 വചനത്തിൽ നിലനിൽക്കുക, 2 തമ്മിൽ സ്നേഹമുള്ളവരാകുക, 3 ഫലം കായ്ക്കുക. പറഞ്ഞേ, ഫലം കായ്ക്കുക. ഉച്ചവാക്കിൽ പറഞ്ഞു നിർത്തട്ടെ. ഏത് വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ട് അറിയാം. ഇല കൊണ്ടല്ല, തടി കൊണ്ടല്ല, ഫലം കൊണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഫലം. ഒരു മാവിനകത്ത് പിടിക്കുന്ന മാമ്പഴം എന്ന ഫലം മാവല്ല അനുഭവിക്കുന്നേ, ചുറ്റുപാടുള്ളവരാ. മനസ്സിലായില്ലല്ലേ? ഇന്ന് വരെ ഒരു മാവും താൻ പുറപ്പെടുവിച്ച മാങ്ങ കഴിച്ചിട്ടില്ല. ആ മാവിന്റെ അടുക്കൽ വരുന്നവരും അതിനകത്ത് വന്ന് പറ്റിയിരിക്കുന്നവരൊക്കെയാ അത് പുളിയാണോ മധുരമാണോ എന്ന് അറിയുന്നേ. ഒരിക്കലും നമ്മുടെ ഫലം നമുക്കറിയാൻ പറ്റത്തില്ല. ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം ഞാൻ എങ്ങനെ ഉണ്ടെന്ന്, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം ഞാൻ എങ്ങനെ ഉണ്ടെന്ന്. കറക്റ്റ് പറഞ്ഞു തരും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നു? അല്ലെ? പിള്ളേരോട് ചോദിക്കണം. ഒരാൾ ഇവിടെ ഒന്ന് ഭയങ്കര തകർത്തടിച്ച് പ്രസംഗം, ഭയങ്കര പരിപാടി, അന്നേരം ഒന്നും പിടികിട്ടത്തില്ല. ഈ പുള്ളിയുടെ കൂടെ അബ്ബാസി എന്ന മംഗഫ് വരെ വണ്ടി യാത്ര ചെയ്ത് കുറച്ചു നേരം വർത്താനം പറയുമ്പോൾ പിടികിട്ടും പുള്ളി ആരാണ്. ഹലോ, പ്രസംഗം കൊണ്ടല്ല ആൾക്കാരെ തിരിച്ചറിയുന്നേ, മിനിസ്ട്രി കൊണ്ടല്ല, ഫലം. ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറക് വേണം. ആമേൻ. ഒരു വിമാനത്തിന് പറക്കാൻ 2 ചിറക് വേണം. ആമേൻ. ജീവിതത്തിലെ ഒരു ചിറക് അഭിഷേകം. അഭിഷേകം കൊണ്ട് മാത്രം പറക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ആരും ചിന്തിക്കേണ്ട. വേറൊരു ചിറകും കൂടെ നമുക്ക് വേണം, നല്ല ജീവിതം, ഗുഡ് ക്യാരക്ടർ. ഗുഡ് ക്യാരക്ടർ. ഇത് 2ഉം കൂടെ ബാലൻസ് ചെയ്താൽ നീ പറന്നുയരും. ഓ, കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒന്ന് ചാടി എഴുന്നേക്കാം. ഹല്ലേലൂയ. സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹിപ്പാനും ക്ഷമിപ്പാനും ശക്തി നൽകണം എൻ പ്രഭു. ഞാനിവിടെ നിൽക്കുന്ന കുടുംബങ്ങളെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാട്ടെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ വന്ന് കുടുംബമായിട്ട് നിന്നാട്ടെ, കൈകോർത്ത്. കം ഫോർവേഡ് ഹിയർ, ഐ വിൽ പ്രേ ഫോർ യു. ബാക്കിയുള്ളവരെല്ലാം അവരുടെ പുറകിൽ വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കുറവുകളോട് കൂടിയ കർത്താവ് നമ്മളെ സ്നേഹിച്ചേ. ഒരു പക്ഷെ നിങ്ങളുടെ വൈഫ് പൂർണ്ണതയുള്ള വ്യക്തി ആയിരിക്കത്തില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് പൂർണ്ണതയുള്ള വ്യക്തി ആയിരിക്കത്തില്ല. പക്ഷെ യേശു സ്നേഹിച്ചതുപോലെ കുറവുകളോട് കൂടെ സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആ കരങ്ങളെ കോർത്ത് പിടിച്ചാട്ടെ. ഹല്ലേലൂയ. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ലോർഡ്, ഐ താങ്ക് യു. വലിയൊരു ദൈവസ്നേഹം ഇതിനകത്ത് കവിഞ്ഞൊഴുകുക. വചനത്തിൽ നിലനിൽക്കുന്ന സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന സ്നേഹമാം നിന്നെ കണ്ടവ പിന്നെ സ്നേഹിക്കാം. അപ്പാ നിന്റെ സ്നേഹം ഇവിടെ കവിഞ്ഞൊഴുകട്ടെ. യേശുവേ നിന്റെ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാ മുഴുവൻ ശിഷ്യ. ഹല്ലേലൂയ. നിങ്ങളുടെ നന്മകൾക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും വിരോധമായി പിശാചിന് പ്രവർത്തിക്കാൻ നിങ്ങളായി തുറന്ന ചില വാതിലുകളെ ഇന്ന് രാത്രി നിങ്ങളായിട്ട് അടയ്ക്കണം. നിങ്ങളായിട്ട് പിശാചിനെ പിടിക്കാൻ കൊടുത്ത ചില ഹാൻഡിലുകളെ നിങ്ങളായിട്ട് ക്യാൻസൽ ചെയ്യണം. ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ വലിച്ചെറിയണം. ദൈവം തന്ന ബന്ധങ്ങളെ നിലനിർത്തണം.
ശബ്ദം ഉയർത്തി വായുകൾ തുറന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാട്ടെ. ഓ റാഖാശാന്തൽ ബനാസിയാന. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ, എന്റെ കുടുംബത്തോടുകൂടെ സമയം ചെലവഴിക്കാൻ, സ്നേഹം പ്രദർശിപ്പിക്കാൻ, വാ തുറന്ന് സ്നേഹം പ്രദർശിപ്പിക്കാൻ, പറയാൻ സംസാരത്തിലൂടെ, സമ്മാനം കൊടുക്കുന്നതിലൂടെ, സമയം ചെലവഴിക്കുന്നതിലൂടെ, സേവനം ചെയ്യുന്നതിലൂടെ, സ്പർശനത്തിലൂടെ സ്നേഹം പ്രദർശിപ്പിക്കാൻ. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുന്ന അനുഭവം തന്നാട്ടെ. എനിക്ക് അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കണം കർത്താവേ. ദൈവ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന, യേശുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർത്താട്ടെ കർത്താവേ. എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങളുടെ ഹൃദയം ഒന്ന് തകർന്ന് നുറുങ്ങി പ്രാർത്ഥിക്കാമോ കർത്താവിനോട്? ഓ റാബാ ശാന്തൽ കറബാസിയാദന. നൽകി നടത്തിടുന്നു വാക്കു പോരായേ, വന്നിച്ചിട നാവു പോരായേ, വന്നിച്ചിട വാക്കു പോരായേ, വർണ്ണിച്ചിട നാവു പോരായേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. In the name of Jesus, Father. Hallelujah. Feel the glory. Hallelujah. Bless my brother. Use him mightily. Hallelujah. 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 ഈ കുടുംബത്തിന്മേൽ വരട്ടെ. Hallelujah. ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ Hallelujah. 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 നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ പുറകിലേക്ക് നിൽക്കുകയും ബാക്കിയുള്ളവർ കയറി നിൽക്കുകയും ചെയ്യുക. കണ്ണുകളെല്ലാം അടച്ച്. Close your eyes and sing with me. Hallelujah. 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 ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன், என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன், என் அன்பு இயேசுவே. ஆராதனை இயேசுவுக்கு, ஆராதனை, ஆராதனை இயேசுவுக்கு, ஆராதனை, ஆராதனை இயேசுவுக்கு, ஆராதனை, ஆராதனை இயேசுவுக்கு. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன்,
உன் பாதம் ஒன்று பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன். உன் பாதம் ஒன்று பிடிப்பேன் உன் அன்பு இயேசுவே. கடலின் மீதே நடந்திட்டது அற்புத பாதங்கள். எனக்கு முன்பே செல்வதா எனக்கு ஏதோ கவலை. காற்றையும் கடலையும் அடக்கியதா அற்புத வார்த்தைகள். எந்த துணையாய் நிற்பதா எனக்கு ஏது கவலை. ஆராதனை இயேசுவுக்கு, ஆராதனை ஆராதனை இயேசுவுக்கு, ஆராதனை ஆராதனை Jesus, Father God, bless right now, Lord. ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு, ஆராதனை. Bless now. Bless this family tonight. நீ சொன்னால் போதும் செய்து நீர் காட்டும் வழியில் நடப்பேன். உன் பாதம் ஒன்று பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன். உன் பாதம் ஒன்று பிடிப்பேன் என் அன்பு இயேசுவே. கடலின் மீதே நடந்திட்டதும் அற்புத பாதங்கள். எனக்கு முன்பே செல்வதா எனக்கு ஏது கவலை. காற்றையும் கடலையும் அடக்கியது அற்புத வார்த்தைகள். எந்த துணையாய் நிற்பதா எனக்கு ஏது கவலை. கடலின் மீதை நடந்திட்டு அற்புத பாதங்கள். எனக்கு முன்பே செல்வதா எனக்கு ஏது கவலை. காற்றையும் கடலையும் அடக்கியது அற்புத வார்த்தைகள். எந்த துணையாய் நிற்பதா எனக்கு ஏது கவலை. ஆராதனை இயேசுவுக்கு, ஆராதனை ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு, ஆராதனை. Bless this man, Lord. ஆராதனை ஆராதனை இயேசுவுக்கு. Bless Father God, bless right now in the name of Jesus. Bless right now. പ്രാർത്ഥിച്ചവർ പുറകെ ഇരുന്നാണ്. ആരാധന in the name of Jesus, Lord. ആരാധന ഇയേ. Oh my God. rakesatala rikala ആരാധന യേശുവിന്റെ സ്നേഹം എന്റെ ദാസൻ കവിഞ്ഞൊഴുകട്ടെ. Bless this man, bless this man, bless this man. Bless this man. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் உன் பாதம் ஒன்று பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன் உன் பாதம் ஒன்று பிடிப்பேன் என் அன்பு இயேசுவே. கடலின் மீதே நடந்திட்டதும் அற்புத பாதங்கள்.
எனக்கு முன்பே செல்வதா எனக்கேது கவலை. காற்றையும் கடலையும் அடக்கியது அற்புத வார்த்தைகள். எந்த துணையாய் நிற்பதா எனக்கில்லை கவலை. கடலின் மீது நடந்திட்டதும் அற்புத பாதைகள். எனக்கு முன்பே செல்வதா എനിക്കേതോ കവലൈ. ഈ കുഞ്ഞിന്റെ മുഖം ഇന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തോ? ഈ സ്കിൻ അളിഞ്ഞിരിക്കുന്ന കാണാം. പക്ഷെ 3 ആഴ്ചക്കുള്ളിൽ ഈ കുഞ്ഞിന് പുതിയ സ്കിൻ വരുന്നത് കാണാം. எனக்கு முன்பே செல்வதா எனக்கில்லை கவலை. காற்றையும் கடலையும் அடக்கியது அற்புத வார்த்தைகள். எந்த துணையாய் நிற்பதா எனக்கில்லை கவலை. ஆராதனை இயேசுவுக்கு. எல்லா கரங்களும் உயர்த்தியால் Lord, heal this child. Heal right now, Father God. உங்கள் வாழ்க்கையில எவ்வளவு பிரச்சனை இருந்தாலும் உன்னை கைவிடாத ஆண்டவர் உன்னோடு கூட இருக்கிறார். அவன் பாதத்திலே ஒப்பு கொடுக்கிற ஒரு பிள்ளைகளையும் அவன் கைவிட மாட்டான். உன்னுடைய வாழ்க்கையில எவ்வளவு பிரச்சனை இருந்தாலும் ஆண்டவரை நேசிக்கிற பிள்ளைகளை ஆண்டவர் கைவிட மாட்டார். ஆண்டவரே, உன்னுடைய பிரச்சனத்துக்காக விரும்புகிற பிள்ளைகளுக்கு இருக்கிறார். உன்னுடைய அபிஷேகத்தை பெற்றுக் கொள்வதற்காக விரும்புகிற பிள்ளைகளுக்கு இருக்கிறார். உன்னுடைய காயங்களாலே அவரை தொட வேண்டும். உன்னுடைய பிரச்சனை விரகிட்டுவாங்க. பேதுருவுக்கு வேண்டி அந்த கடலின் மீது நடந்த பாதைகள், பேதுருவுக்கு வேண்டி அந்த வாயிலே பொழிஞ்ச வார்த்தைகள், எனக்கு முன்பே அந்த பாதைகள் நடப்பதற்காக நன்றி அம்மா. எல்லா பொருளாதாரையும் ஆண்டவராகிய இயேசுவின் நாமத்திலே இந்த நாட்டிலே நான் கட்டளையிடுகிறேன். ஒரு புதிய அபிஷேகத்தை பெற்றுக் கொள்வதற்கு விரும்புகிற எவ்வளவு பிள்ளைகள் இங்கே இருக்கிறார். அபிஷேகத்தை ஜெபிங்க. ஆண்டவரே, உன்னுடைய ஊழியம் செய்வதற்காக நான் விரும்புகிறேன். உன்னுடைய நாமத்தை உயர்த்துவதற்காக நான் விரும்புகிறேன். என்னை தொட வேண்டும் கர்த்தரே, என்னை தொட வேண்டும் ஆண்டவரே. ஆண்டவரே, இப்போ உன்னுடைய முன்னாடி ஜெபிக்கிற ஒவ்வொரு பிள்ளைகளுக்காக நான் ஜெபிக்கிறேன். ஒரு புதிய அபிஷேகத்தை பெற்றுக் கொள்வதற்காக விரும்புகிற இந்த கூட்டத்தின் முன்னாடி உன்னுடைய வல்லமை இறங்கட்டும் கர்த்தரே, உன்னுடைய வல்லமை இறங்கட்டும், உன்னுடைய வல்லமை இறங்கட்டும் ஆண்டவரே. இங்க நிற்கும் சில பிள்ளைகள் வாழ்க்கையில பெரிய பிரச்சனைகளை அனுபவிக்கிறார்கள். உன்னுடைய
സമാധാനത്തെ അവരുടെ മേൽ ഊറ്റണം അപ്പാ. നന്ദി അപ്പാ. உங்களுடைய பிரசன்னம் இறங்கட்ட மாட்டாங்க. தேவனின் மகிமை இந்த கூட்டத்திலே மூடு வேணும் ஆண்டவரே. தெய்வ பிரசன்னம் இங்கே இறங்க வேணும் ஆண்டவரே. நன்றி. இந்த குமார பரிசுத்த ஆவியின் நாமத்தில இந்த கூட்டத்தை நான் ஆசீர்வதிக்கிறேன். கடலின் மீதை நடந்த பாதங்கள் எனக்கு முன்பதாய் நடக்கிறதுக்காக நன்றி. காற்றையும் கடலையும் அடக்கிய வார்த்தைகள் எந்த துணையாய் நிற்கிறதுக்காக நன்றி. அக்கா சண்டா ரக்கா ராக்கேடாலோ கோர பிகி நியாசோ. ஆண்டவர் உங்களுடைய உள்ளத்தை கேட்கிறார். ஆண்டவருக்கு முன்னாடி அழகிற ஓரோ பிள்ளைகளே அவன் அற்புத காயங்களாலே இந்த நைட்டிலே குணமாக்குறார். நன்றி தகப்பனே, நன்றி 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 ஐயா.